ഗുഡ് മോർണിംഗ്. എഡ്ജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BCC 101 ഇൻട്രൊഡക്ടറി മൈക്രോ എക്കണോമിക്സ് ജൂൺ 2025 ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസിസ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസിലേക്ക് പോവാം. എന്തിനാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്നത്? എന്താണ് നമ്മുടെ എക്സാമിൻ്റെ പാറ്റേൺ എന്നറിയാനും എങ്ങനെയാണ് അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്, എത്ര സമയം നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം, ഓരോ ക്വസ്റ്റ്യനും എത്ര സമയം വീതം നമ്മൾ കൊടുക്കണം, അങ്ങനെയുള്ള ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്, പഠിച്ച ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ടോ, ഇനി എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് നമുക്ക് റിവിഷൻ ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സ്ട്രക്ചർ എന്ന് മനസ്സിലാക്കാം അല്ലേ. നമ്മൾ ആദ്യം പറഞ്ഞു എന്താണ് സബ്ജക്റ്റ് എന്ന്. BCC 101 ഇൻട്രൊഡക്ടറി മൈക്രോ എക്കണോമിക്സ് എന്നുള്ള പറഞ്ഞ സബ്ജക്റ്റാണ്. ഇതിൻ്റെ പരീക്ഷ എഴുതാനായിട്ട് മാക്സിമം മാർക്ക് വരുന്നത് എത്രയാണ്? 100 മാർക്കാണ് വരുന്നത്. പരീക്ഷ എഴുതാനുള്ള സമയം 3 മണിക്കൂറാണ് വരുന്നത്. ഇനി ഇതിൻ്റെ ഓരോ സെക്ഷൻ വൈസ് എത്ര മാർക്ക് വീതമാണ് ഓരോന്നിനും കൊടുത്തിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെക്ഷൻ എയിൽ നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടത്, നമുക്ക് 3-4 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ അതിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്താൽ മതി 20 മാർക്ക് ആണ് ആ ഒരു ക്വസ്റ്റ്യന് കിട്ടുക. അപ്പോൾ 20 ഇൻറ്റു 2 40 മാർക്കാണ് സെക്ഷൻ എക്ക് വരുന്ന മാർക്ക്. സെക്ഷൻ ബിയിൽ എന്താണ് പറയുന്നത്, ആൻസർ എനി 4 ക്വസ്റ്റ്യൻ, 4 ക്വസ്റ്റ്യനാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. ഇതിന് മാർക്ക് വരുന്നത് 12 മാർക്ക് വീതം 4 ക്വസ്റ്റ്യൻ, അപ്പോൾ 48 മാർക്കാണ് സെക്ഷൻ ബിയിൽ വരുന്നത്. സെക്ഷൻ സിയിൽ വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം. അതിന് എത്ര മാർക്ക് വീതമാണ്? 6 മാർക്ക് വീതമാണ് തരുന്നത്. അപ്പോൾ 6 ഇൻറ്റു 2 12. ഇങ്ങനെയാണ് നമ്മുടെ 100 മാർക്ക് എന്നുള്ള സ്കീം നമുക്ക് ഇതിൽ വരുന്നത്. ഓക്കെ, ക്ലിയർ. അപ്പോൾ സെക്ഷൻ എയിൽ 4 ക്വസ്റ്റ്യൻ തന്നാലും നമുക്ക് 2 അറ്റൻഡ് ചെയ്താൽ മതി, 20 മാർക്ക്, 2 ക്വസ്റ്റ്യൻ വീതം 40. ഓക്കെ, സെക്ഷൻ ബിയിലോ 4 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം, 12 മാർക്കിൻ്റെ 48 മാർക്ക്. ഓക്കെ, സെക്ഷൻ സിയിൽ 2 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം, 6 ഇൻറ്റു 2 12 മാർക്ക് കിട്ടും. അപ്പോൾ ടോട്ടൽ 100 മാർക്കിൻ്റെ മാർക്കിംഗ് സ്കീമാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്, ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡസ് ദ ടെക്നോളജി ഷിഫ്റ്റ് affect the production possibility curve? To the right, explain. ടെക്നോളജിയിൽ വരുന്ന ചേഞ്ചസ് പ്രൊഡക്ഷൻ പോസിബിലിറ്റീനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ, ഉണ്ടെങ്കിൽ എന്താണ് കാരണം എന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, അതിന് 4 മാർക്ക് വീതമാണ് കൊടുക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എന്താണ് കൺസ്യൂമർ സർപ്ലസ്, എന്താണ് പ്രൊഡ്യൂസർ സർപ്ലസ്, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ കൺസ്യൂമർ സർപ്ലസ് ആൻഡ് പ്രൊഡ്യൂസർ സർപ്ലസ്, അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ബി ക്വസ്റ്റ്യൻ എന്താ വരുന്നത്, പോസിറ്റീവ് ആൻഡ് നോർമാറ്റീവ് എക്കണോമിക്സ് എന്താണ് ഒരു പോസിറ്റീവ് എക്കണോമിക്, എന്താണ് നോർമാറ്റീവ് എക്കണോമിക്സ് എന്ന് ഡിസ്കസ് ചെയ്യണം. അതിന് എത്ര മാർക്കാണ്? 8 മാർക്കാണ് അസൈൻ ചെയ്തിരിക്കുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ, എക്സാമിൻ ദ ടാക്സ് ബർഡൻ അണ്ടർ ദ ഫോളോയിങ് സിറ്റുവേഷൻ. ടാക്സ് ബാധ്യത എങ്ങനെയാണ് ഈ ഒരു ഫോളോയിങ് സിറ്റുവേഷൻസിൽ? ഫസ്റ്റ്, ഡിമാൻഡ് കർവ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണെങ്കിൽ, അതേപോലെ തന്നെ സപ്ലൈ കർവ് നോർമൽ ഷേപ്പ് ആണെങ്കിൽ ടാക്സിൻ്റെ ബർഡൻ എങ്ങനെയാണ് വരുന്നത്? ഓക്കെ, മാർക്കറ്റ് കണ്ടീഷൻസിനനുസരിച്ച് ടാക്സിൻ്റെ ബർഡൻ എന്താണ് വരുന്നത്? പിന്നെ രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, സപ്ലൈ കർവ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്, ഡിമാൻഡ് കർവ് നോർമൽ ഷേപ്പ് ആണെങ്കിൽ എത്രത്തോളം ടാക്സ് ബർഡൻ ഉണ്ടായിരിക്കും, പ്രൊഡ്യൂസർ ആണോ കൺസ്യൂമർ ആണോ ടാക്സ് അടയ്ക്കേണ്ടത് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സെക്ഷൻ എയിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലെ 3 ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡിറൈവ് ദ ഡിമാൻഡ് കർവ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഡയഗ്രാം ഇഫ് നീഡഡ്. നമുക്ക് എന്താണ് പറയേണ്ടത്? ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഡയഗ്രാമിൻ്റെ സഹായത്തോടെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 6 മാർക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ വരുന്നത്, ഡിഫൈൻ ദ ഇൻകം എഫക്റ്റ് ആൻഡ് ദ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ഓൺ പ്രൈസ് ചേഞ്ചസ്. പ്രൈസ് ചേഞ്ച് വരുമ്പോൾ ഇൻകം എഫക്റ്റിനും സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റിനും വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഏത് മെത്തേഡ് അനുസരിച്ച്, ഹിക്സിയൻ മെത്തേഡ് അനുസരിച്ച് ഇതൊന്ന് ഇലസ്ട്രേറ്റ് ചെയ്യാമോ എന്നാണ് ചോദിക്കുന്നത്. 10 മാർക്കാണ് അതിന് വരുന്നത്. രണ്ടാമത്തേത് ജസ്റ്റ് ഒരു ഫോർമുലയാണ്, എങ്ങനെയാണ് ഈ ഒരു ഫോർമുലയിൽ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ വരുമ്പോൾ എങ്ങനെയാണ് അത് ഡെപ്പിക്റ്റ് ചെയ്യുന്നത് എന്ന് കാണിക്കാം. 4 മാർക്കാണ് ഇതിന് വരുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ,
എ ടിപ്പിക്കൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഹാസ് 3 സ്റ്റേജസ്. ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷന് 3 സ്റ്റേജ് വരുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് വരുന്നത്. 4 മാർക്കാണ് ആ ഒരു ക്വസ്റ്റിനെ അസൈൻ ചെയ്തിരിക്കുന്നത്. വാട്ട് ഇസ് എ ഫേംസ് എക്സ്പാൻഷൻ പാത്ത്? ഷോ ദ എക്സ്പാൻഷൻ പാത്ത് ഇൻ ഷോർട്ടൺ ഇൻ ദ കേസ് ഓഫ് ലീനിയർ ഹോമോജിനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. എന്താണ് ഒരു എക്സ്പാൻഷൻ പാത്ത് ഒന്ന് വിശദീകരിക്കാമോ എന്നാണ് പറയുന്നത്. 10 മാർക്കാണ് അതിന് വരുന്നത്. ഇനി എക്സ്റ്റേണൽ എക്കണോമിക്സും എക്സ്റ്റേണൽ എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ അതിന് ഒരു 6 മാർക്കാണ് വരുന്നത്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ലോങ് റൺ മാർജിനൽ കോസ്റ്റും അതുപോലെ തന്നെ ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അത് 10 മാർക്കാണ് വരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ആണ്. നമുക്കത് ക്വസ്റ്റ്യൻ അനലൈസിസിൽ നമുക്ക് നോക്കാം. അടുത്ത ഡിറ്റർമൈൻ ദ ബെസ്റ്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഓഫ് ദ. ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത് ബെസ്റ്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ടാമത്തേല് ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർത്തില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി സെക്ഷൻ ബിയിൽ എങ്ങനെയാണ്? 12 മാർക്കിന് 4 ക്വസ്റ്റ്യൻ ആണ് അറ്റൻഡ് ചെയ്യേണ്ടത് അല്ലേ? അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, വൈ ഡസ് ദ ടാക്സ് ക്രിയേറ്റ് ഡെഡ് വെയ്റ്റ് ലോസ്? ഡെഡ് വെയ്റ്റ് ലോസിൽ എങ്ങനെയാണ് ടാക്സ് എങ്ങനെയാണ് ഡെഡ് വെയ്റ്റ് ലോസിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതിൻ്റെ 4 മാർക്കാണ് വരുന്നത്. അടുത്തതും ഇതുപോലെ തന്നെ ഒരു പ്രോബ്ലം ആണ്. നമുക്കത് ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുന്ന സമയത്ത് നോക്കാം. ക്വസ്റ്റ്യൻ്റെ 2 തരം ക്വസ്റ്റ്യൻ ആണ് ഇതിൽ പറയുന്നത്. അടുത്ത 6th വൺ, ഇഫ് ബാബു ഈസ് ഇൻഡിഫറൻസ് കർവ് ബിറ്റ്വീൻ കോക്ക് ആൻഡ് പെപ്സി. കോക്കും പെപ്സി ഉപയോഗിക്കുമ്പോൾ എന്താണ് അവൻ്റെ ഇൻഡിഫറൻറ്റ് എന്താണ്? ബാബുസിൻ്റെ ഇൻഡിഫറൻസ് കർവ് എങ്ങനെയായിരിക്കും ഇരിക്കുക? ഒരു പെപ്സിയും കോക്കും യൂസ് ചെയ്യുമ്പോൾ ബാബുവിൻ്റെ ഇൻഡിഫറൻസ് കർവ് എങ്ങനെയാണ് ഡെപ്പിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു പ്രോബ്ലം ആണ് നെക്സ്റ്റ് വൺ, നമുക്ക് അനലൈസിസിൽ ചെയ്യാം. വിത്ത് ഹെൽപ്പ് ഓഫ് 7th ക്വസ്റ്റ്യൻ എന്താണ്? ഡയഗ്രമിൻ്റെ സഹായത്തോടെ എന്ത് പറയണം? സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും ഇൻകം എഫക്റ്റും ഏതിലെ സ്ലർസ്കി ആൻഡ് ഹിക്സ് മെത്തേഡ് അനുസരിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് 12 മാർക്കാണ് വരുന്നത്. 8ാമത്തെ ലോങ് ടേം എക്കണോമിക് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്നാണ് പറയുന്നത്. 4 മാർക്കാണ് വരുന്നത്. അടുത്തത് എന്താണ് ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ, ഡിക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ എന്താണ്, ഡിമിനിഷിങ് റിട്ടേൺസ് ടു സ്കെയിൽ എന്താണ് എന്നുള്ളതൊക്കെയാണ് അതിൽ പറയുന്നത്. ഓക്കെ, 8 മാർക്കാണ് അതിന് വരുന്നത്. ഓക്കെ, അടുത്തത് 9th വൺ എന്താ പറയുന്നത്? ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ കോപ്പറേറ്റീവ് ബിഹേവിയർ ആൻഡ് നോൺ കോപ്പറേറ്റീവ് ബിഹേവിയർ. കോപ്പറേറ്റീവ് ബിഹേവിയറും നോൺ കോപ്പറേറ്റീവ് ബിഹേവിയറും എന്താണ്? അതിന് ഡിഫറൻസ് എന്താണ്? 4 മാർക്കാണ് വരുന്നത്. വല്ല പരിചയം തോന്നുന്നുണ്ടോ? ക്വസ്റ്റ്യൻസ് ഒക്കെ കേട്ടിട്ട് ഉണ്ട് അല്ലേ? കുറച്ചൊക്കെ പഠിച്ചതും കുറച്ചൊക്കെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്താണ്? ഒരു പ്രോബ്ലം ആണ്. അത് നമുക്ക് ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. അടുത്തൊരു കിങ്ഡ് ഡിമാൻഡ് കർവ് എന്താണ്? അതുപോലെ ഫസ്റ്റ് തിയറം ഓഫ് എക്കണോമിക്സ് എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് 6+6 12 മാർക്കാണ് അതിന് വരുന്നത്. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ മാർക്കറ്റ് ഫെയിലിയർ? എക്സ്പ്ലെയിൻ ദ സോഴ്സസ് ഓഫ് മാർക്കറ്റ് ഫെയിലിയർ. എന്താണ് ഒരു മാർക്കറ്റ് ഫെയിലിയർ എന്ന് ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെ സോഴ്സ് നിന്നാണ് മാർക്കറ്റ് ഫെയിലിയർ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത്. 6 മാർക്കാണ്. സെക്ഷൻ സിയുടെ പ്രത്യേകത എന്താണ്? 2 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം? അറ്റൻഡ് ചെയ്യണം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് റോൾ ഡസ് കൺസ്യൂമർ യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ ആൻഡ് ഫേംസ് കോസ്റ്റ് മിനിമൈസേഷൻ പ്ലേ ഇൻ ജനറൽ ഇക്വിലിബ്രിയം അനലൈസിസിൽ എങ്ങനെയാണത് പ്ലേ ചെയ്യുന്നത് എന്ന് പറയാനാണ്. അതും 6 മാർക്കാണ് വരുന്നത്. ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഏതിൽ വരുന്നത്? ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. അപ്പോൾ സെക്ഷൻ എന്ന് 2 എണ്ണം, സെക്ഷൻ ബിന്ന് 4 എണ്ണം, സെക്ഷൻ സിന്ന് 2 എണ്ണം. അപ്പോൾ എത്രണ്ണായി? 8 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന്. ഇനി നമുക്ക് ആൻസർ സൈഡ് എന്താണ്? നമുക്ക് മുന്നേ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്, എന്നാലും അതെന്താണ് എന്നുള്ളത് നമുക്ക് നോക്കിപ്പോവാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറഞ്ഞു ഏതാണ് സബ്ജക്റ്റ്? BECC 101 ഇൻട്രൊഡക്ടറി മൈക്രോ എക്കണോമിക്സ് ആണ് അല്ലേ? ഇത് നമ്മൾ പറഞ്ഞു എ എന്നുള്ള സെക്ഷനിൽ 2 ക്വസ്റ്റ്യൻ, ബി എന്ന സെക്ഷനിൽ 4 ക്വസ്റ്റ്യൻ, സി എന്ന ക്വസ്റ്റ്യനിൽ എത്രയാണ്? 2 ക്വസ്റ്റ്യൻ. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ഡസ് ദ ടെക്നോളജി ഷേപ്പ് ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ടു ദ റൈറ്റ്? ഫൈൻ. എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള റിസോഴ്സിനെ എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് മാക്സിമം ഔട്ട്പുട്ട് അല്ലെങ്കിൽ മാക്സിമം പ്രൊഡക്ഷൻ നടത്തുന്നതിനെ ആ ഒരു പ്രൊഡക്ഷൻ കപ്പാസിറ്റിയെ നമ്മൾ
ഡയഗ്രത്തിൻ്റെ സഹായത്തോടെ കാണിക്കുമ്പോഴാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലാൻഡ് ആവട്ടെ, ലേബർ ആവട്ടെ, ക്യാപിറ്റൽ ആവട്ടെ, എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി. ആ ഒരു ഘട്ടത്തിൽ ടെക്നോളജിയും കൂടി വന്നു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഇംപ്രൂവ് ആവുമോ, അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യോ, ഗ്രോത്ത് ചെയ്യോ എന്നാണ് ചോദിക്കുന്നത്. എന്തായിരിക്കും? അബ്സല്യൂട്ട്ലി റൈറ്റ്, അത് എസ് ആണ് അല്ലേ. ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്, നമുക്ക് എന്തായാലും നമുക്ക് മാക്സിമം നമുക്കുള്ള അവൈലബിൾ റിസോഴ്സിന് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുമ്പോൾ എന്താണ്, മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണ്, എസ് ആണ്. അതിനുള്ള കാരണങ്ങളും കൂടി ഒന്ന് വ്യക്തമാക്കി കൊടുക്കണം. ഓക്കെ, നമ്മളിത് ക്വസ്റ്റ്യൻ പേപ്പർ, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് അത് പഠിക്കണം കേട്ടോ. അതുകൊണ്ട് PPC 1 എന്നുള്ളത് PPC 2ലേക്ക് എന്ത് ചെയ്തു, ഗ്രോത്ത് ചെയ്തു എന്നുള്ളതാണ് കർവിൻ്റെ സഹായത്തിൽ കാണിക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ, എന്താണ് കൺസ്യൂമർ സർപ്ലസ്, എന്താണ് പ്രൊഡ്യൂസർ സർപ്ലസ്? വാട്ട് ഇസ് മെൻ ബൈ കൺസ്യൂമർ സർപ്ലസ്, വാട്ട് ഇസ് മെൻ ബൈ പ്രൊഡ്യൂസർ സർപ്ലസ്? കൺസ്യൂമേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ, കൺസ്യൂമർ, ഡിഫറൻസ് ബിറ്റ്വീൻ ദ കൺസ്യൂമേഴ്സ് റെഡി ടു ബൈ, റെഡി ടു പേ, നമ്മൾ കൺസ്യൂമേഴ്സ് അത് പേ ചെയ്യാൻ റെഡി ആയിട്ടുള്ള പ്രൈസും ആക്ച്വൽ പ്രൈസും തമ്മിലുള്ള ഡിഫറൻസിനെ പറയുന്ന പേരാണ് എന്ത്, കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത്. അപ്പോൾ കൺസ്യൂമർ 80 രൂപ തരാനായിട്ട് തയ്യാറായിരുന്നു, പക്ഷേ മാർക്കറ്റിൽ ആ പ്രൊഡക്റ്റിന് 60 രൂപയെ കൊടുക്കേണ്ടതായിട്ട് വന്നുള്ളൂ. അപ്പോൾ ആ 20 രൂപയുടെ ഡിഫറൻസ്, ആ ഒരു അതിൽ നിന്ന് കിട്ടുന്ന ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷനെ നമുക്ക് എന്ത് വിളിക്കാം, കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയാം. ഇതേപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ, പ്രൊഡ്യൂസേഴ്സ് എക്സ്പെക്ട് ചെയ്തൊരു മാർക്കറ്റ് പ്രൈസ് ഉണ്ടായിരുന്നു, പക്ഷേ പ്രൊഡ്യൂസേഴ്സ് കൊടുക്കേണ്ടി വരുന്ന ഒരു പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്, പ്രൊഡ്യൂസർ സർപ്ലസ്. അപ്പോൾ 100 രൂപ കൊടുക്കാനായിരുന്നു എന്തുദ്ദേശിക്കുന്നത്, പ്രൊഡ്യൂസേഴ്സ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ആ 100 രൂപ അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നില്ല, 80 രൂപ കൊടുത്തപ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടി, നമുക്ക് ആവശ്യമുള്ള റിസോഴ്സ് കിട്ടി. അപ്പോൾ ആ ഒരു ഡിഫറൻസിന് ആ പ്രൊഡ്യൂസേഴ്സിന് എന്തായി, ഹാപ്പി ആയി അല്ലേ. അപ്പോൾ അതാണ് എന്ത്, പ്രൊഡ്യൂസർ സർപ്ലസ് എന്ന് പറയുന്നത്. എന്താണ് ഇതിൻ്റെ ഡിഫറൻസ് എന്നാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്, അത് വ്യക്തമായിട്ട് പറയാം. പിന്നെ നെക്സ്റ്റ് വേർഡ് എന്താ പറഞ്ഞിരിക്കുന്നത്, എന്താണ് പോസിറ്റീവ് എക്കണോമിക്സ്, എന്താണ് നോർമേറ്റീവ് എക്കണോമിക്സ്? പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, വാട്ട് ഈസ് എന്ന് പറഞ്ഞു തരുന്നത്, നമുക്ക് എന്താണ് അതിന് കാരണം, എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് പറയുന്നതാണ് വാട്ട് ഈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, എന്നാൽ നോർമേറ്റീവ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ഓട്ട് ടു ബി, എന്തായിരിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു എന്താ പറയുക, ഒരു പ്രിക്കോഷണറി മെഷേഴ്സും കൂടി പറഞ്ഞു തരുന്നതാണ് എന്ത്, നോർമാറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വ്യക്തമായിട്ട് പഠിക്കുക. നാലാമത്തെ, ടാക്സ് ബർഡൻ അനലൈസിസ്. ഈ ടാക്സ് ബർഡൻ അനലൈസിസ് എന്തായിരുന്നു, നമുക്ക് തന്നിരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് സമയത്തും പെർഫെക്റ്റ്ലി സപ്ലൈ സമയത്തും എങ്ങനെയാണ് ടാക്സിൻ്റെ ബർഡൻ വരുന്നത്, പ്രൊഡ്യൂസേഴ്സിന് വേണ്ടി വരുമോ കൺസ്യൂമേഴ്സിന് വേണ്ടി വരുമോ എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. അപ്പോൾ എന്താണ് ഒരു ടാക്സ് ബർഡൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രൊഡക്റ്റിൻ്റെ മുകളിൽ നമുക്ക് ചാർജ് ചെയ്യപ്പെടുന്ന ടാക്സ് അത് പ്രൊഡ്യൂസർ കൊടുക്കണോ കൺസ്യൂമർ കൊടുക്കണോ എന്നുള്ളതാണ് ചർച്ച. ഓക്കെ, അപ്പോൾ ഇൻ ദ കേസ് ഓഫ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചെറിയൊരു പ്രൈസിൽ മാറ്റം വരുമ്പോഴും എന്തിൽ മാറ്റം വരും, ആ പ്രൊഡക്റ്റിന് ഡിമാൻഡിൽ മാറ്റം വരുന്നതായിട്ടുള്ള പ്രൊഡക്റ്റിൽ നമ്മൾ എന്ത് വിളിക്കും, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് അല്ലേ. അപ്പോൾ ആ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡിൽ പ്രൈസിൽ ചേഞ്ച് വരിക, ടാക്സും കൂടി അതിൽ വരികയാണെങ്കിൽ 80 രൂപ കൊടുക്കേണ്ടതായിട്ടുള്ള പ്രൊഡക്റ്റിന് 90 രൂപ കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ ആ കൺസ്യൂമേഴ്സിന് ഡിമാൻഡ് എന്താവും, ഡിക്ലൈൻ ആവും, അല്ലെങ്കിൽ ഡൗൺവേർഡ് ഡിമാൻഡ് കർവ് ആയിരിക്കും വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് പിടിച്ചേക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു സിറ്റുവേഷനിൽ ആരായിരിക്കും അപ്പോൾ ടാക്സ് കൊടുക്കുക, ആര് കൊടുക്കും, പ്രൊഡ്യൂസേഴ്സ് തന്നെ അത് ബിയർ ചെയ്യും. അതാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. എന്നാൽ നേരെ മറിച്ച് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡാണ്, പ്രൊഡക്റ്റിന് ഒരു മാറ്റവും വരില്ല, ഡിമാൻഡ് ഒരു മാറ്റവും വരില്ല പ്രൈസ് ചേഞ്ച് ചെയ്താൽ എന്നാണെങ്കിൽ എന്ത് ചെയ്യാം, അത് കൺസ്യൂമേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചാർജ് ചെയ്യാം. കൺസ്യൂമേഴ്സ് ആയിരിക്കും അവിടെ ടാക്സ് ബിയർ ചെയ്യേണ്ടിയിട്ട് വരിക. ഓക്കെ, അതാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡിൻ്റെ കേസിൽ പറയുന്നതും അതുപോലെ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് കേസിലും പറയുന്നത്. എന്നാൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ ആകുമ്പോഴോ, സപ്ലൈ എന്തായിരിക്കും, ഹൊറിസോണ്ടൽ സപ്ലൈ ആയിരിക്കും. അപ്പോൾ ഡിമാൻഡ് കർവ് നോർമൽ ഡൗൺവേർഡ് സ്ലോപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു ടാക്സ് ബർഡൻ എങ്ങനെയാണ് വരുന്നത്, എന്താണ് അതിൻ്റെ സിറ്റുവേഷൻ എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ഇവിടെ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഇലാസ്റ്റിക് ഡിമാൻഡ് സമയത്ത് പ്രൊഡ്യൂസേഴ്സ് ബിയർ ചെയ്യേണ്ടി വരും, സപ്ലൈയുടെ സമയത്ത് ആരെങ്കിലും പറയും കൺസ്യൂമേഴ്സിനായിരിക്കും എന്ത് ചെയ്യേണ്ടി വരിക, ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരിക. ഓക്കെ, ഇനി അടുത്തത് ഡിമാൻഡ് കർവ്, ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി അല്ലേ.
എത്രാമത്തെ ക്വസ്റ്റ്യൻ എഴുതാം? 2-1. സെക്കൻഡിൽ 1 പറഞ്ഞു ഡിമാൻഡ് കർവിന്റെ സഹായത്തോടെ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുക. എന്താ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞെങ്കിൽ കൺസംഷൻ കൂടുന്നതിനനുസരിച്ച് അല്ല ഒരേ സമയം നമ്മൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അതിൽ നിന്നും ഡിറൈവ് ചെയ്യുന്ന മാർജിനൽ യൂട്ടിലിറ്റി ഡിമിനിഷിങ് ചെയ്ത് പോകുന്ന സിറ്റുവേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. അപ്പോൾ നമ്മൾ എത്രത്തോളം ക്വാണ്ടിറ്റി യൂസ് ചെയ്യുമ്പോൾ, ക്വാണ്ടിറ്റി വാങ്ങുമ്പോൾ അവിടുത്തെ മാർജിനൽ യൂട്ടിലിറ്റി എന്തായിരിക്കും? കുറഞ്ഞായിരിക്കും, ഡിമിനിഷിംഗ് ട്രെൻഡ് ആയിരിക്കും കാണിക്കുക എന്ന് പറയുന്നതാണ് എന്ത്? ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. കൺസംഷൻ ഇൻക്രീസ് അനുസരിച്ച് മാർജിനൽ യൂട്ടിലിറ്റി എന്താവും? ഡിക്രീസ് ചെയ്യും അല്ലേ? മാർജിനൽ യൂട്ടിലിറ്റി ഇക്വലിബ്രിയം എന്ന് പറഞ്ഞെങ്കിൽ മാർജിനൽ യൂട്ടിലിറ്റിയും പ്രൈസും ഇക്വലൻ്റ് ആവുന്ന ഒരു പോയിന്റ് വരെയാണ്. അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്താവും? ഡിമിനിഷിംഗ് റേറ്റിലേക്കായിരിക്കും പോയിരിക്കുക. അടുത്തത് ഇൻകം ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്താണ്? എത്രത്തോളം അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്? എന്താ ഇൻകം എഫക്റ്റ്? എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്? പ്രൈസിൽ ചേഞ്ച് വരുമ്പോൾ അത് എത്രത്തോളം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പർച്ചേസിങ് പവറിലെ ചേഞ്ച് മാറ്റം. ഒരു പ്രൈസ് ചേഞ്ചിൽ വരുമ്പോൾ ഒരു കൺസ്യൂമേഴ്സിൻ്റെ പർച്ചേസിങ് പവറിൽ എത്രത്തോളം മാറ്റം വരുന്നു, അവരുടെ ഇൻകത്തിൽ എത്രത്തോളം ചേഞ്ച് വരുന്നു എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് ഇൻകം എഫക്റ്റ് പറഞ്ഞെങ്കിൽ. അപ്പോൾ ശരിയായ രീതിയിൽ പ്രൈസ് കുറയുന്ന സമയത്ത് റിയൽ ഇൻകം എന്താവുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. മൂവ്മെൻറ്റ് അലോങ് ദ ഇൻഡിഫറൻസ് കർവാണ് ഇതിൽ കാണിക്കേണ്ടത്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ എടുക്കുന്നുണ്ടെങ്കിൽ എന്താണ്? ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡ്യൂ ടു പ്രൈസ് ചേഞ്ചസ്. പ്രൈസ് ചേഞ്ച് വരുമ്പോൾ ക്വാണ്ടിറ്റിയിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണ് വരിക? അപ്പോൾ ഒറിജിനലി ഉപയോഗിച്ചിരുന്ന 2 തരം സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റുകളുണ്ട്. പ്രൊഡക്റ്റുകൾക്ക് ഒരു പ്രൊഡക്റ്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റ് അവൈലബിൾ ആണെങ്കിൽ ഒന്നിൻ്റെ പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ സമയത്ത് മറ്റേ പ്രൊഡക്റ്റ് ആയിരിക്കും എന്ത് ചെയ്യുക? കൂടുതൽ യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഫസ്റ്റ് പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി എന്തായിരിക്കും? ഡിമിനിഷിങ് ആവും അല്ലെങ്കിൽ ഡിക്ലൈൻ ആവും. അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്താണ് വരുന്നത് എന്നുള്ളത് പറയുന്നത്. ഓക്കെ, ഇനി പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അനലൈസിസ്. എങ്ങനെയാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അനലൈസിസിൽ വരുന്നത്? 3 തരം ഇത് വരുന്നുണ്ട്. ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ, കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ, ഡിമിനിഷിങ് റിട്ടേൺ ടു സ്കെയിൽ. ഇൻക്രീസ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചേഞ്ച് വരുന്നതിനനുസരിച്ച് ഒരു ചെറിയൊരു ചേഞ്ച് ഇൻപുട്ടിൽ വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? വേരിയേഷൻ വരുന്നത്. അല്ലെങ്കിൽ ഇൻക്രീസിങ് ട്രെൻഡ് കാണിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് പറയും? ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയും. എന്നാൽ എത്രത്തോളം മാറ്റം വന്നാലും അത് എന്തിനെ എഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ, ഔട്ട്പുട്ടിനെ എഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അത് നമ്മൾ എന്ത് വിളിക്കും? കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയും. എന്നാൽ ഇൻപുട്ടിൽ ചേഞ്ച് വരുന്നതിനനുസരിച്ച് കുറവായിട്ട് ഔട്ട്പുട്ട് കുറയുകയാണ് ചെയ്യണമെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഡിമിനിഷിങ് റിട്ടേൺ ടു സ്കെയിൽ. അപ്പോൾ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ വരുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, ഒന്ന് ഇതും റിപ്പീറ്റഡ് ആണ്, നമ്മൾ നോക്കണം കേട്ടോ. ഇൻക്രീസിങ് റിട്ടേൺസ്, കോൺസ്റ്റന്റ് റിട്ടേൺ, ഡിമിനിഷിങ് റിട്ടേൺ. ഇനി ഫേംസിൻ്റെ എക്സ്പാൻഷൻ പാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു എക്സ്പാൻഷൻ പാത്ത് എന്ന് പറഞ്ഞാൽ? അപ്പോൾ നമ്മൾ ഇൻപുട്ട് കോമ്പിനേഷൻ ഒപ്റ്റിമം ലെവലിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ ലെവൽ എന്താവും? ഗ്രോത്ത് വരും, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ലെവലിൽ നല്ല രീതിയിൽ മാറ്റങ്ങൾ വരും എന്നുള്ള പറയുന്നതാണ് എന്ത് പറയുന്നത്? എക്സ്പാൻഷൻ പാത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഫാമിൻ്റെ ഗ്രോത്ത് എഫിഷ്യൻസിനെ ഇംപ്രൂവ് ചെയ്യും. ഒപ്റ്റിമൽ ഇൻപുട്ട് കോമ്പിനേഷൻ ഈസ് ഫേംസ് എക്സ്പാൻഡ് ഔട്ട്പുട്ട്. ശരിയായ രീതിയിൽ ഇൻപുട്ട് കോമ്പിനേഷൻ ശരിയായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നതിനാൽ ഫേമിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രോ ചെയ്യും, വളരും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് എക്സ്റ്റേണൽ എക്കണോമിക്സ്? എന്താണ് എക്സ്റ്റേണൽ ഡിസ് എക്കണോമിക്സ് എന്നാണ് പറയുന്നത്. എക്സ്റ്റേണൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? എന്തൊക്കെ കാര്യങ്ങൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൊണ്ട് കിട്ടുന്ന ഗുണങ്ങളെ കുറിച്ച് പറയണത് എക്സ്റ്റേണൽ എക്കണോമിക്സ്. എന്നാൽ എക്സ്റ്റേണൽ ഡിസ് എക്കണോമിക്സ് പറഞ്ഞാലോ ബാഹ്യപരമായ കാര്യങ്ങൾ കൊണ്ട് എന്തൊക്കെ ഫെയിലിയർ അവർക്ക് വന്നിട്ടുണ്ട്, ഡിസ് എക്കണോമിക്സ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് എക്സ്റ്റേണൽ ഡിസ് എക്കണോമിക്സ് എന്നുള്ള പദത്തിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ വരുന്നത് എന്താണ്? ഫസ്റ്റിൽ എന്താണ്? ഇംപ്രൂവ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? ശരിയായ രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചറിൽ കിട്ടും എക്സ്റ്റേണൽ എക്കണോമിക്സിൽ. അതുപോലെ സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെ കിട്ടും, നല്ല രീതിയിൽ ലാബേഴ്സിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതൊക്കെ എന്താണ്? എക്സ്റ്റേണൽ എക്കണോമിക്സ് ആണ്. എന്നാൽ എക്സ്റ്റേണൽ ഡിസ് എക്കണോമിക്സ് പറഞ്ഞാൽ എന്താണ്? പൊള്യൂഷൻസ് അല്ലെങ്കിൽ കൺജഷൻസ്, അതുപോലെ തന്നെ വേജ് കൂടുതൽ അല്ലെങ്കിൽ കോസ്റ്റ് കൂടുതൽ, അതൊക്കെയാണ് എന്ത്? എക്സ്റ്റേണൽ ഡിസ് എക്കണോമിക്സ് വരുന്നത്. ഇനി എന്താണ് LRNCയും
LRACയും തമ്മിൽ, ലോങ് റൺ മാർജിനൽ കോസ്റ്റും ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? എന്താണ് ലോങ് റൺ മാർജിനൽ കോസ്റ്റിൻ്റെ ആവറേജ് കോസ്റ്റിൻ്റെ കർവിൻ്റെ ഇതെന്താണ്? യു ഷേപ്ഡ് ലോങ് റണ്ണിൽ യു ഷേപ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ മിനിമം പോയിന്റ് അതിൻ്റെ മിനിമം പോയിന്റ് റെപ്രസെൻറ്റ് ചെയ്യുന്ന എന്താണ്? ഒരു ഒപ്റ്റിമം സ്കെയിൽ ഓഫ് പ്രൊഡക്ഷനെ ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഷോർട്ട് റൺ ആവറേജ് കർവ്സിൻ്റെ എൻവലപ്പാണ് എന്ത്? ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ് എന്ന് പറയുന്നത്. എല്ലാം കൂടിയതാണ് എന്ത്? ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ്. എന്നാൽ LRMC എന്ന് പറഞ്ഞാലോ എൽ ഷേപ്ഡ് ആണ്. ലോങ് റണ്ണിൽ എൽ ഷേപ്ഡ് കർവ് ആയിരിക്കും. അതുപോലെ തന്നെ മിനിമം MRനെ MCനെ കട്ട് ചെയ്യുന്നത് മിനിമം പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? കട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? LRACയെക്കാളും LRMC എന്ത് ചെയ്യുന്നുണ്ട്? മോർ ദാൻ ആയിട്ട് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ റൈസ് ചെയ്യുന്നുണ്ട്. എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, നോ എൻട്രി അല്ലെ, ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ്. ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം? പ്രൈസ് എന്താണ്? പ്രൈസ് ടേക്കറാണ്. അങ്ങനെയാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒരു ഡാറ്റ തന്നിട്ടുണ്ട്. ഈ ഡാറ്റ വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ബെസ്റ്റ് ലെവൽ ഔട്ട്പുട്ട് ഓഫ് ദ ഫേമിൻ്റെ ബെസ്റ്റ് ലെവൽ ഔട്ട്പുട്ട് എന്താണെന്ന് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ടോട്ടൽ പ്രോഫിറ്റ്, ഇത്ര ഔട്ട്പുട്ട് ആണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണ് എന്നുള്ളത് അറിയണം അല്ലേ? അപ്പോൾ എപ്പോഴും നമുക്ക് ആലോചിക്കുന്നത് എന്താ? MR = എന്താണ്? MC, അല്ലെങ്കിൽ P = MR. ഈ ഒരു പോയിന്റ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. MR = MC, P = MR. അപ്പം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? P തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ MC തന്നിട്ടുണ്ട്, ടോട്ടൽ കോസ്റ്റ് കാണാനുള്ള എന്ത് തന്നിട്ടുണ്ട്? ഫോർമുല തന്നിട്ടുണ്ട്, സ്ലോപ്പ് ഓഫ് MC തന്നിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റിലെ ബെസ്റ്റ് ഔട്ട്പുട്ട് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം കണ്ടീഷൻ എഴുതണം. MR = MC എന്നുള്ള കണ്ടീഷൻ എഴുതുക, ഇക്വേഷൻ എഴുതുക. അതിന് നമ്മൾ എന്ത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? Q എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ക്വാണ്ടിറ്റി Q ആകുമ്പോൾ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? 10 ആണ്. അതെങ്ങനെയാണ് കിട്ടിയേ? Q = 2/3, സ്ലോപ്പ് -10 ആണ് അല്ലേ? അപ്പോൾ അതിൽ നിന്ന് നമുക്ക് സ്ലോപ്പ് എത്രയാണ്? ബെസ്റ്റ് ഔട്ട്പുട്ട് എത്രയാണ്? 4 യൂണിറ്റ് എന്ന് മനസ്സിലാക്കും. രണ്ടാമത്തേത് ടോട്ടൽ പ്രോഫിറ്റ് കിട്ടണം അല്ലേ? അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം ടോട്ടൽ റവന്യൂ കണ്ടുപിടിക്കണം. ടോട്ടൽ റവന്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി. അപ്പോൾ ക്വാണ്ടിറ്റി നമ്മൾ 4 കണ്ടുപിടിച്ചിട്ടുണ്ട്, പ്രൈസ് ഓൾറെഡി 4 തന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടി എത്രയാണ്? 16 ആണ് എന്ത്? ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത്. പിന്നെ ടോട്ടൽ കോസ്റ്റ് നമ്മുടെ തന്നിരിക്കുന്ന ഫോർമുലയിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്വാണ്ടിറ്റി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ കോസ്റ്റ് കിട്ടും. അപ്പോൾ ടോട്ടൽ റവന്യൂ നിന്ന് ടോട്ടൽ കോസ്റ്റ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 16 നിന്ന് 5 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 11 എന്ന് പറയുന്ന ആൻസർ കിട്ടി. അപ്പോൾ ബെസ്റ്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 4 ആണ്. ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണ്? 11 ആണ്. അപ്പോൾ ഇതൊന്ന് നോക്കിയിട്ട് ചെയ്യുക, പഠിച്ച് പ്രോബ്ലം ഒന്നും വാച്ച് ചെയ്തിട്ട് നല്ല രീതിയിൽ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി സെക്ഷൻ ബിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തായിരുന്നു പറഞ്ഞിരുന്നത്? 12 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യനാണ് അറ്റൻഡ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ നമുക്ക് സെക്ഷൻ ബിയിൽ നോക്കി നോക്കാം. എന്താണ് ഡെഡ് വെയ്റ്റ് ലോസ്? എന്തൊക്കെയാണ് ഒരു ഇതിൻ്റെ സൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? എന്തൊക്കെ ഫാക്ടേഴ്സ് ഇതിനെ എഫക്റ്റ് ചെയ്യുന്നു? എന്താണ് ഡെഡ് വെയ്റ്റ് ലോസ് എന്ന് പറഞ്ഞെങ്കിൽ, മാർക്കറ്റിലെ പലതരം സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അത് ടാക്സ് ആവാം, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പ്രൈസ് കൺട്രോൾ ആവാം, അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒളിഗോപ്പൊളി സിറ്റുവേഷൻ ആവാം. ഒരു ഫേമിൻ്റെ കപ്പാസിറ്റി ശരിയായി ഇതിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതിൽ നിന്ന് ഉണ്ടാവുന്ന ലോസിനെ, അല്ലെങ്കിൽ ആ എഫിഷ്യൻസി അണ്ടർ യൂട്ടിലൈസേഷൻ ആയതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് കിട്ടാവുന്നതായിരുന്ന ഇൻകം കിട്ടാതിരിക്കുന്ന അവസ്ഥയെ നമ്മൾ വിളിക്കുന്നത് ഡെഡ് വെയ്റ്റ് ലോസ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഡെഡ് വെയ്റ്റ് ലോസിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഡിമാൻഡിനും സപ്ലൈയും അനുസരിച്ചിരിക്കും അവിടുത്തെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടാക്സ് റേറ്റ് മൈനസ് ഹയർ ടാക്സ് റേറ്റ് ആണെങ്കിൽ ലാർജ് ഡിസ്റ്റോർഷൻസ് വരാണ്. ടാക്സ് റേറ്റ് കൂടുതലാണെങ്കിലും ലാർജ് രീതിയിലുള്ള എന്താണ് ലോസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഒളിഗോപ്പൊളി സിറ്റുവേഷനിലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക? ഡെഡ് വെയ്റ്റ് ലോസ് സിറ്റുവേഷൻ കാണാൻ പറ്റുക. ഇത് അതുപോലെ തന്നെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. LS തന്നിട്ടുണ്ട്, LD തന്നിട്ടുണ്ട്, വേജ് റേറ്റ് പെർ ഹവർ തന്നിട്ടുണ്ട്. എന്ത് കണ്ടുപിടിക്കണം? ഫ്രീ മാർക്കറ്റ് വേജ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് വിത്ത് മിനിമം വേജ് 9 രൂപ വെച്ചാണെങ്കിൽ എത്രയാണ് എംപ്ലോയ്മെൻറ്റ്? അപ്പോൾ നമുക്ക് എന്താണ്? LSഉം തന്നിട്ടുണ്ട്, LD തന്നിട്ടുണ്ട്. അപ്പോൾ നോർമൽ കണ്ടീഷനിൽ LS = LD. അപ്പോൾ LS നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫോർമുല നമ്മൾ എഴുതണം. LD = 140 മൈനസ് 10W അല്ലേ? ഈ 10W LS = LD. അപ്പോൾ
അപ്പോൾ LS തന്നിരിക്കുന്നത് എത്രയാണ്? 10W ഇസിക്കൽ ടു LD എത്രയാണ്? 140 മൈനസ് 10W. അപ്പോൾ 10ഉം 10ഉം ചേർന്നാൽ 20W ഇസിക്കൽ ടു 140. അപ്പോൾ W ഇസിക്കൽ ടു എത്ര വരിക? 140 ഡിവൈഡഡ് ബൈ 20 ഇക്വൽ ടു 7. അപ്പോൾ നമുക്ക് W കിട്ടി. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടണം? LS കണ്ടുപിടിക്കാം. അപ്പോൾ 10 റൈസ് ടു തന്നിട്ടുണ്ടല്ലേ, 10W ആണ് LS എന്ന് പറഞ്ഞത്. അപ്പോൾ LS എത്രയാണ്? 10 റൈസ് ടു 7, 10 ഇൻറ്റു 7 70 അല്ലേ? മിനിമം വേജ് 9 ആകുമ്പോൾ എന്താണ് അതിൻ്റെ വരിക? 9 ആകുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എത്ര LD 140 ആണ് നമ്മുടെ ഫോർമുലയിൽ അപ്ലൈ ചെയ്യുക. മൈനസ് 10 ഇൻറ്റു വേജ് റേറ്റ് 9 ആണ്. അപ്പോൾ 9 കൊടുക്കുമ്പോൾ 140 മൈനസ് 90 ഇസിക്കൽ ടു എന്താണ്? 50 കിട്ടി അല്ലേ? അടുത്തത് LS എന്താണ്? 10 റൈസ് 9 എന്ന് കൊടുക്കുക. അപ്പോൾ അവിടെ 90 കിട്ടി. അപ്പോൾ സർപ്ലസ് 90 മൈനസ് 50 40 ആണ് ആൻസർ. എംപ്ലോയ്മെൻറ്റ് എത്രയാണ്? 50 ആണ്. ബാക്കി 40 അൺഎംപ്ലോയ്മെൻറ്റും 50 എംപ്ലോയ്മെൻറ്റും നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോബ്ലം. ഇനി ബാബു എന്ന് പറയുന്ന ആൾ പെപ്സിയും കോക്കും യൂസ് ചെയ്യുമ്പോൾ എന്താണ് അവരുടെ ഇൻഡിഫറൻസ് കർവിൻ്റെ സിറ്റുവേഷൻ എന്നാണ് പറയുന്നത്. എന്താണ് അതിൻ്റെ റിയൽ സിറ്റുവേഷൻ ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞെങ്കിൽ? എന്താണ് ഈ കോക്കും പെപ്സിയും പറയാൻ കാരണം? രണ്ടും എന്താണ്? ഒന്നിന് പകരം ഒന്ന് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ? അപ്പോൾ ആ ഒരു കേസാണ് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കേസിലാണെങ്കിൽ പ്രൈസിൽ മാറ്റം വന്നാലും എന്ത് മാറ്റം വരില്ല, ഡിമാൻഡിൽ ഒരു മാറ്റവും വരില്ല. അവരെന്ത് ചെയ്യും? അദർ പ്രോഡക്റ്റ് യൂസ് ചെയ്യും. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻഡിഫറൻസ്. പ്രൈസിൽ ഇത്ര മാറ്റം വരുമ്പോഴും അടുത്ത സബ്സ്റ്റിറ്റ്യൂട്ട് യൂസ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇൻഡിഫറൻസ് കർവ് പോസിബിലിറ്റി കൂടുതലാണ്. അതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. മാർജിനൽ റവന്യൂ സപ്ലൈ എന്ന് പറയുന്നത്, റവന്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഒരു മാറ്റവും ഉണ്ടാവില്ല. അടുത്തത് നമുക്ക് ഗിവൺ ലെവൽ തന്നിട്ടുണ്ട്. ഇല്ല ICC കാണണം, എഞ്ചൽ കർവും കാണണം. എന്താണ് ഇൻകം കൺസംഷൻ കർവും ഏഞ്ചൽ കർവും? ഇൻകം കൺസംഷൻ കർവ് എന്ന് പറഞ്ഞെങ്കിൽ ഹൗ ക്വാണ്ടിറ്റി ഡിമാൻഡ്, എത്രത്തോളം ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ഓഫ് X ആൻഡ് Y ചേഞ്ചസ് എസ് ഇൻകം ഇൻക്രീസസ്. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ എക്സിൻ്റെയും വൈൻ്റെയും ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നതിൽ വരുന്ന മാറ്റം എന്താണ്? അതുപോലെ തന്നെ ഇൻകം ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കാണിക്കുന്നതാണ് എന്ത്? ഏഞ്ചൽ കർവ് എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ടും നോർമൽ ഗുഡ്സിൻ്റെ വൈയുടെ കേസിലും എക്സിൻ്റെ കേസിലും എങ്ങനെയാണ് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഇൻകം കർവ് ആൻഡ് ഏഞ്ചൽ കർവ്. ICC, ഇത് ഈ ഡാർക്ക് കർവ് കാണിക്കുന്നത് ICCയും ലൈറ്റ് ഷെയ്ഡ് കാണിക്കുന്നത് ഏഞ്ചൽ കർവും. രണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇൻകത്തിൽ മാറ്റം വരുമ്പോൾ ക്വാണ്ടിറ്റിയിലെ മാറ്റങ്ങൾ എത്രത്തോളം വരുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, X ആൻഡ് Y കോമ്പിനേഷനേഴ്സ് ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ വരുന്നുണ്ട്. ഓക്കെ, ഡയഗ്രത്തിൻ്റെ സഹായത്തോടുകൂടി സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ത് ചെയ്യണം? സ്ലസ്കി എഫക്റ്റ്, സ്ലസ്കി ആൻഡ് ഹിഗ്സിൻ്റെ എഫക്റ്റ് എങ്ങനെയാണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യണം. എന്താണ് ഈ സ്ലസ്കി എഫക്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ? ഇൻകത്തെ അഡ്ജസ്റ്റ് ചെയ്യുക ടു മെയിൻറ്റെയിൻ ദ പർച്ചേസിങ് പവർ. പർച്ചേസിങ് പവർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻകത്തിനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ ഒരു എഫക്റ്റാണ് എന്ത്? സ്ലസ്കി എഫക്റ്റ് എന്ന് പറയുന്നത്. ഇന്ന് ഹിഗ്സ് എഫക്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? അഡ്ജസ്റ്റിംഗ് ഇൻകം ടു മെയിൻറ്റെയിൻ ദ ഒറിജിനൽ യൂട്ടിലിറ്റി, ആ പ്രൊഡക്റ്റിൻ്റെ ഒറിജിനൽ യൂട്ടിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇൻകത്തെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ് അതിന് ഹിഗ്സ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് ഒറിജിനൽ ബണ്ടിലാണ് കൊടുക്കുന്നത്. ഇവിടെയാണെങ്കിലോ ബേസ്ഡ് ഓൺ സാറ്റിസ്ഫാക്ഷൻ. ഇവിടുത്തെ ഇൻകത്തിന് കാറ്റഗറൈസ് ചെയ്യുന്നത് സാറ്റിസ്ഫാക്ഷൻ്റെ ബേസിലാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ സ്ലസ്കി എഫക്റ്റും ഹിഗ്സ് എഫക്റ്റും. ഒന്ന് നോക്കി ഒന്ന് വരച്ച് നോക്കുക കേട്ടോ, കൃത്യമായിട്ട് നോക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്ലസ്കി എഫക്റ്റും ആണ് ഇതിൽ പറഞ്ഞത്. ക്വസ്റ്റ്യൻ നമ്പർ 8, കൺസെപ്റ്റ് ഓഫ് ലോങ് പീരിയഡ് എക്കണോമിക് എഫിഷ്യൻസി. കുറേ കാലങ്ങളിൽ എക്കണോമിക് എഫിഷ്യൻസി മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? എക്കണോമിക് എഫിഷ്യൻസി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? എല്ലാ റിസോഴ്സും ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യണം അല്ലേ? നമ്മുടെ കപ്പാസിറ്റിയും ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. ഒരു തരത്തിലും അണ്ടർ യൂട്ടിലൈസേഷൻ അവിടെ വരാൻ പറ്റില്ല. നോ വേസ്റ്റേജ്. ആൻഡ് ടെക്നോളജിക്കലി എന്തായിരിക്കണം? എഫിഷ്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണെങ്കിലാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? എഫിഷ്യൻസി എന്നുള്ളൊരു ലോങ് ടൈം എഫിഷ്യൻസി ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ മിനിമം ലോങ് റൺ ആവറേജ് കോസ്റ്റ് ആയിരിക്കണം. മിനിമം ലോങ് റൺ എല്ലാ വേരിയബിൾ ഇൻപുട്ടും വേരിയബിൾ ആവുന്ന സമയത്തും LRAC എന്തായിരിക്കണം? മിനിമം ആണെങ്കിലാണ് നമുക്ക് എന്ത് കിട്ടുക? ലോങ് റൺ എഫിഷ്യൻസി ഉണ്ടായിരിക്കുക. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. LRAC = LRMC എന്ന് പറയുന്നത്.
ഇനി എന്താണ് ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയില്, കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയില്, ഡിമിനിഷ് റിട്ടേൺ? നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻപുട്ടിൽ വരുന്ന ചേഞ്ച് അതെങ്ങനെ ഔട്ട്പുട്ടിനെ ഇൻക്രീസിങ് ലെവലാണോ കോൺസ്റ്റന്റ് ലെവലാണോ ഡിമിനിഷിങ് ലെവലാണോ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് അത്. ഓക്കെ, ഇനി എന്താണ് കോപ്പറേറ്റീവ് ബിഹേവിയർ, എന്താണ് നോൺ കോപ്പറേറ്റീവ് ബിഹേവിയർ എന്നാണ് പറയുന്നത്. എന്താണ് കോപ്പറേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നല്ല രീതിയിൽ സഹകരണത്തോടു കൂടി പോകുന്ന ബിഹേവിയർ എന്താണ്? എന്താണ് നോൺ കോപ്പറേറ്റീവ് ബിഹേവിയർ എന്താണ്? ചില സ്ഥാപനങ്ങൾ തമ്മിൽ ഒരുമിച്ച് നിൽക്കുന്ന കമ്പനികൾ ഉണ്ടായിരിക്കാം, ചില സ്ഥാപനങ്ങൾ പരസ്പരം തല്ലുകൂടി നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കും. എന്തിനാണ് നോൺ കോപ്പറേറ്റീവ് ആൻഡ് നോൺ കോപ്പറേറ്റീവ് ബിഹേവിയർ? ജോയിൻ്റ്ലി എന്ത് ചെയ്യുന്ന, ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് വിളിക്കാം? കോപ്പറേറ്റീവ് ബിഹേവിയർ എന്ന് പറയാം. അവർ കാർട്ടൽസ്, കൊളൂസിയൽ ഒളിഗോപ്പൊളി അല്ലേ, ഒരുമിച്ച് ജോയിൻ്റ്ലി ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്യാം എന്ന് പറയുന്ന ഒരു എഗ്രിമെൻറ്റിൽ എത്തുമ്പോഴാണ് അത് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോപ്പറേറ്റീവ് ബിഹേവിയർ എന്ന് വിളിക്കുന്നത്. എന്നാൽ നോൺ കോപ്പറേറ്റീവ് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? രണ്ട് ഫേം ഉണ്ടെങ്കിൽ ഫേംസ് എന്ത് ചെയ്യുന്നു? ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അവർ ഇൻഡിവിജ്വലായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അതിനാണ് നമ്മൾ എന്താ പറയുക? നോൺ കോപ്പറേറ്റീവ് ബിഹേവിയർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജോയിൻറ്റ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ലവണ്ണം മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാകും. ജോയിൻ്റ്ലി വർക്ക് ചെയ്യുന്നതുകൊണ്ട് കോപ്പറേറ്റീവ് അഗ്രിമെൻ്റ് ഉള്ളതുകൊണ്ടും നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇവിടെയാണെങ്കിൽ ഓൺ പ്രോഫിറ്റ് എങ്ങനെയാണ് റൈസ് ചെയ്യുന്നത്? കോമ്പറ്റീറ്റേഴ്സിൻ്റെ ആക്ഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും സ്വന്തം പ്രോഫിറ്റ് നമുക്ക് എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തൊരു പ്രോബ്ലം ആണ്. സ്റ്റെക്കിൾബർ മോഡൽ അനുസരിച്ച് ഫേംസ് ഫസ്റ്റ് മൂവ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ എന്ത് വിളിക്കും? ലീഡർ എന്നും സെക്കൻഡ്ലി നിൽക്കുന്ന ഫോളോവർ എന്ന് വിളിക്കും. അവരുടെ രീതിയിൽ എങ്ങനെയാണ് നമ്മുടെ പ്രോബ്ലം കണ്ടുപിടിക്കേണ്ടത്? ഫേംസ് ചൂസ് റിയാക്ഷൻ എങ്ങനെയാണ്? ഫേം 1 ഫോളോവറും ലീഡറും ഫേം 2 ഫോളോവറും ആണെങ്കിൽ എന്താണ് എന്നുള്ളതാണ് ഈ പ്രോബ്ലത്തിൽ പറയുന്നത്. പൈ സ്ക്വയർ ഈക്വൽ 20 - Q1 Q2 Q2 അല്ലേ? ഈ ഫോർമുലയിൽ നമുക്കിത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ലീഡേഴ്സിൻ്റെ ഔട്ട്പുട്ട് 10ഉം ഫോളോവേഴ്സിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് എന്തും കിട്ടും? 5ഉം കിട്ടും. ഇപ്പോൾ ടോട്ടൽ ഔട്ട്പുട്ട് 15, ക്വാണ്ടിറ്റി പ്രൈസ് C=0 എന്നുള്ള ആൻസറാണ് കിട്ടുക. കിങ്ഡ് ഡിമാൻഡ് കർവ്. വാട്ട് ഈസ് മെൻ ബൈ കിങ്ഡ് ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞെങ്കിൽ ഒളിഗോപ്പൊളി സിറ്റുവേഷനിൽ കാണുന്നതാണ് എന്ത്? കിങ്ഡ് ഡിമാൻഡ് കർവ്. ഒരു ഫേം പ്രൈസ് റൈസ് ചെയ്യുന്ന സമയത്ത് അതർ ഫേംസ്, അതിൽ ഫോളോവേഴ്സ് അല്ലെങ്കിൽ അതർ റൈവൽ കോമ്പറ്റീഷൻ ചെയ്യുന്ന ഫേംസുകൾ എന്ത് ചെയ്യുന്നു? അതുപോലെ മിണ്ടാതിരിക്കും. ആ പ്രൈസ് എന്ത് ചെയ്യില്ല? റൈസ് ചെയ്യില്ല. അപ്പോൾ അവിടെ പ്രൈസ് ഇൻക്രീസ് ചെയ്തതിൻ്റെ എഫക്റ്റ് എല്ലാവരും കസ്റ്റമേഴ്സ് ആരുടെ അടുത്തേക്ക് പോകും? അതർ കോമ്പറ്റീറ്റേഴ്സിൻ്റെ അടുത്തേക്ക് പോകും. അപ്പോൾ നമുക്ക് പ്രൈസ് ഹൈക്ക് ചെയ്തതിൻ്റെ ഒരു ബെനിഫിറ്റും കിട്ടില്ല. അതേപോലെ പ്രൈസ് റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് റൈവൽ ഫേംസും എന്ത് ചെയ്യും? പ്രൈസ് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ പ്രൈസ് റൈസ് ചെയ്യുമ്പോൾ മറ്റവർ എന്ത് ചെയ്യുന്നുണ്ട്? റിജക്റ്റ് ചെയ്യുക, ഫോളോ ചെയ്യില്ല. പ്രൈസ് എന്താ പറയുക, ഡിക്ലൈൻ ചെയ്യുന്ന സമയത്ത് റൈവൽസ് എന്ത് ചെയ്യുന്നു? ഫോളോ ചെയ്യുന്നു. ആ ഒരു കൺസെപ്റ്റ് വരുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? കിങ്ഡ് ഡിമാൻഡ് കർവ്. ഡിമാൻഡിൽ വരുന്ന വേരിയേഷൻസിനെ ഒളിഗോപ്പൊളി സിറ്റുവേഷനിൽ കാണിക്കുന്ന ഇതാണ് എന്ത്? കിങ്ഡ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് തിയറം ഓഫ് വെൽഫെയർ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് വെൽഫെയർ എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? പാരറ്റോ എഫിഷ്യൻസിയുമായി ബന്ധപ്പെട്ടാണ് ഫസ്റ്റ് തിയറം ഓഫ് വെൽഫെയർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവരെ എന്ത് ചെയ്യാതെ, അവരെ ചെറിയ രീതിയിൽ അവർക്കൊരു മുറിവേൽപ്പിക്കാതെ നമുക്കൊന്നും നേടിയെടുക്കാൻ സാധിക്കില്ല. റൈവൽ ഫേംസിനെ അല്ലെങ്കിൽ നമ്മുടെ ഫോളോവേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യുക, ചെറിയ രീതിയിലെങ്കിലും ബെറ്റർ ഓഫ് ചെയ്യാതെ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നത്. നോ റീഅലോക്കേഷൻ ക്യാൻ മേക്ക് സമ്മൺ ബെറ്റർ ഓഫ് വിത്തൗട്ട് മേക്കിംഗ് സമ്മൺ എൽസ് വേഴ്സ് ഓഫ്. ആരെങ്കിലും വേഴ്സ് ഓഫ് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ബെറ്റർ ഓഫ് ചെയ്യാനായിട്ട് സാധിക്കാത്തൊരു സിറ്റുവേഷൻ നമ്മൾ ഇന്ന് വിളിക്കുന്നത് പാരറ്റോ എഫിഷ്യൻസി എന്ന് വിളിക്കുന്നത് അല്ലേ. കോമ്പറ്റേറ്റീവ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞെങ്കിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഏകദേശം നമുക്ക് ഏതാണ്? പാരറ്റോ എഫിഷ്യൻസി തന്നെയാണ് ഫോളോ ചെയ്തത്. കാരണം ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആണ്. അപ്പോൾ ഒരാളേന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാതെ, അവരെ ചെറുതായ രീതിയിലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, മാനേജ് ചെയ്യാൻ പറ്റാതെ നമുക്ക് ബെറ്റർ ആവാനായിട്ട് സാധിക്കില്ല. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ കാണപ്പെടുന്ന ഇതാണ് എന്ത്? ഇതിൽ നോ എക്സ്റ്റേണലിറ്റീസ്. അപ്പോൾ സോഷ്യൽ കോസ്റ്റുകൾ അധികമായിട്ട് വരുന്നില്ല. അതിൽ പ്രൈവറ്റ് കോസ്റ്റുകളാണ് കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ സിറ്റുവേഷൻ. സെക്ഷൻ സിയിൽ 2 ക്വസ്റ്റ്യൻ ഉള്ളത്. മാർക്കറ്റ് ഫെയിലിയർ എന്താണെന്നുള്ളത്, ജനറൽ ഇക്വിലിബ്രിയം അനലൈസിസ് എന്താണെന്നുള്ളതാണ് പറയുന്നത്. എന്താണ് മാർക്കറ്റ് ഫെയിലിയർ എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ എഫിഷ്യൻസി ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാർക്കറ്റ് ഫെയിലിയർ എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ മാർക്കറ്റ് ഫെയിലിയർ എന്ന് വിളിക്കുമ്പോൾ എന്തൊക്കെയാണ് സോഴ്സ്, ഏതൊക്കെ സോഴ്സിലാണ് മാർക്കറ്റ് ഫെയിലിയർ വരുന്നത് എന്നുള്ളതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്.
മാർക്കറ്റ് ഫെയിലിയർ എന്ന് പറഞ്ഞെങ്കിൽ എന്താ? ഫെയിൽ ടു അലോക്കേറ്റ് റിസോഴ്സസ് എഫിഷ്യൻ്റ്ലി. റിസോഴ്സസ് ശരിയായ രീതിയിൽ അലോക്കേറ്റ് ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയെ നമ്മൾ എന്ത് വിളിച്ചത്? മാർക്കറ്റ് ഫെയിലിയർ എന്ന് വിളിക്കുന്നത്. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ്, ഏതൊക്കെ സോഴ്സ് ആണ് മാർക്കറ്റ് ഫെയിലിയറിൽ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് എന്താണ് പറയുന്നത്? എക്സ്റ്റേണലിറ്റി, എക്സ്റ്റേണൽ കോസ്റ്റുകൾ. അപ്പോൾ ദാറ്റ് മീൻസ് എന്താണ്? നമ്മുടെ ഇൻഡിവിജ്വൽ കോസ്റ്റ്, സ്ഥാപനത്തിൻ്റെ മാത്രം ചിലവുകളല്ലാതെ പുറമേ പൊള്യൂഷൻസ് ഒക്കെ വരുമ്പോൾ പബ്ലിക്കിനും കുറച്ച് കോസ്റ്റുകൾ ചിലവാക്കുന്നുണ്ട് അല്ലേ? ആ പ്രൈവറ്റ് കോസ്റ്റും പബ്ലിക്കിന് വരുന്ന ആ സോഷ്യൽ കോസ്റ്റും കൂടി ടോട്ടൽ ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് വിളിക്കുന്നതിന്? എക്സ്റ്റേണൽ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ലോട്ട് ഓഫ് എക്സ്റ്റേണലിറ്റീസ് വരുമ്പോൾ അത് സ്ഥാപനത്തിനെ സംബന്ധിച്ച് എന്താണ്? ഫെയിലിയർ ആണ്. രണ്ടാമത് പബ്ലിക് ഗുഡ്സുകൾ, പൊതു സ്വത്തുകൾ അല്ലേ? നമ്മൾ സ്ട്രീറ്റ് ആയാലും ഇലക്ട്രിസിറ്റി ആണെങ്കിലും വാട്ടർ ആണെങ്കിലും പബ്ലിക് ഗുഡ്സുകൾ യൂസ് ചെയ്യുമ്പോൾ അത് ശരിയായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ അതും എന്തായിരിക്കും? മാർക്കറ്റ് ഫെയിലിയറിലേക്ക്. പിന്നെ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ഇൻഫർമേഷൻ അസിമെട്രി, ശരിയായ രീതിയിൽ ഇൻഫർമേഷൻ സപ്ലൈ ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യാതിരിക്കുമ്പോൾ അതുകൊണ്ട് വരുന്ന മാർക്കറ്റിൽ വരുന്ന വ്യത്യാസങ്ങളും മാർക്കറ്റിൽ വരുന്ന ഫെയിലിയേഴ്സിനും. അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ്, മിസ്സിങ് മാർക്കറ്റ്സ്, ഇതൊക്കെയാണ് മാർക്കറ്റ് ഫെയിലിയർ. നമ്മൾ ആ മാർക്കറ്റ് ഫെയിലിയർ എന്നുള്ള ആ ടോപ്പിക്കിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? അതൊന്ന് എടുത്ത് ഒന്ന് നോക്കി നോക്കണം കേട്ടോ. നമുക്ക് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ എല്ലാം നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അതും കൂടി ഒന്ന് കൃത്യമായിട്ട് വായിച്ച് നോക്കണം. കൃത്യമായിട്ട് നോട്ടുകളിൽ റിപ്പീറ്റീവായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? നിങ്ങളത് രേഖപ്പെടുത്തണം. അടുത്തത് കൺസ്യൂമർ യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ ആൻഡ് ഫേംസ് കോസ്റ്റ് മാക്സിമൈസേഷൻ പ്ലേ ഇൻ ജനറൽ ഇക്വിലിബ്രിയം അനലൈസിസ്. എങ്ങനെയാണ് കൺസ്യൂമർ യൂട്ടിലിറ്റിയും ഫേംസിൻ്റെ കോസ്റ്റിൻ്റെ ഇതൊക്കെ എങ്ങനെയാണ് ഒരു ജനറൽ ഇക്വിലിബ്രിയത്തിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ മാക്സിമൈസ് യൂട്ടിലിറ്റി സബ്ജക്റ്റ് ടു ബഡ്ജറ്റ് കൺസിഡറേഷൻ. നമുക്ക് ഒരു സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യുന്നത് ഏതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? നമ്മുടെ കയ്യിലുള്ള റിസോഴ്സിനെ നമ്മുടെ ഉള്ള ബഡ്ജറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? MRS ഈസ് ഇക്വൽ ടു പ്രൈസ് റേഷ്യോ. മാർജിനൽ റവന്യൂ പ്രൈസും ഇക്വലൻ്റ് ആവുന്ന പ്രോജക്റ്റിലാണ് നമ്മൾ എന്ത് പറയുക? ഇക്വിലിബ്രിയം എന്നുള്ള പോയിന്റിൽ പറയുന്നത് അല്ലേ? മിനിമൈസ് കോസ്റ്റ് സബ്ജക്റ്റ് ടു പ്രൊഡക്ഷൻ കൺസ്ട്രെയിൻസ്. പ്രൊഡക്ഷനിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അവിടെ എന്താവും? കോസ്റ്റുകൾ മിനിമൈസ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അതിനാണ് MRS ഈക്വൽ ടു പ്രൈസ് ഫാക്ടർ റേഷ്യോ എന്ന് പറയുന്നത്. ജനറൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? സൈമിൾട്ടാനിയസ് ഇൻട്രാക്ഷൻ ഓഫ് ഓൾ മാർക്കറ്റ്. എല്ലാ മാർക്കറ്റുകളെയും ഒരുമിച്ച് കൊണ്ടുപോയി നല്ല രീതിയിൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജനറൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വെൽഫെയർ തിയറത്തിൽ എന്താ പറയുന്നത്? കോമ്പറ്റിറ്റീവ് ഇക്വിലിബ്രിയം ഈസ് പാരറ്റൽ ഒപ്റ്റിമൽ വെൻ. എപ്പോഴാണത്? എല്ലാ കൺസ്യൂമേഴ്സും മാക്സിമം യൂട്ടിലിറ്റി ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ എല്ലാ ഫോംസും കോസ്റ്റ് മിനിമൈസ് ചെയ്യുമ്പോൾ, നമുക്ക് കിട്ടിയിരിക്കുന്ന അവൈലബിൾ ആയിട്ടുള്ള സ്കേഴ്സ് റിസോഴ്സ് ശരിയായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് എന്ത് പറയാം? അതിനെ ഫസ്റ്റ് തിയറം ഓഫ് വെൽഫെയർ അല്ലെങ്കിൽ പാരറ്റോ എഫിഷ്യൻസി എന്ന് പറയാം. അപ്പോൾ ഒരാളേന് ചെറിയ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാതെ വേഴ്സ് ഓഫ് ചെയ്യാതെ നമുക്ക് ബെറ്റർ ആവാനായിട്ട് സാധിക്കില്ല എന്ന് പറയുന്നതാണ് എന്ത്? ഫസ്റ്റ് വെൽഫെയർ തിയറം, പാരറ്റോ എഫിഷ്യൻസി പറയുന്നത്. അപ്പോൾ സെക്ഷൻ സിയിൽ നമ്മൾ കണ്ടിട്ടുള്ളത് എന്തൊക്കെയാണ് വന്നത്? ഏതൊക്കെ ചാപ്റ്റർ നിന്നാണ് വന്നിട്ടുള്ളതാണ് പറയുന്നത്. ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ യൂണിറ്റ് 1-3 വരുന്നുണ്ട്. കൺസ്യൂമർ ബിഹേവിയർ എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്നതിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവും എല്ലാ കാര്യങ്ങളും അതിൽ വന്നിട്ടുണ്ട്. റിട്ടേൺ ടു സ്കെയിലൊക്കെ അതിലാണ് വരുന്നത്. മാർക്കറ്റ് സ്ട്രക്ചർ, മോണോപ്പൊളിസ്റ്റിക്, മോണോപ്പൊളി കോമ്പറ്റീഷൻ, ഒളിഗോപ്പൊളി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. ഫാക്ടറി മാർക്കറ്റ്, ലേബർ മാർക്കറ്റ്, ലാൻഡും ക്യാപിറ്റലും അതെന്താണെന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കണം. വെൽഫെയർ ആൻഡ് മാർക്കറ്റ് ഫെയിലിയർ. മാർക്കറ്റ് ഫെയിലിയർ ഒക്കെ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം എന്ത് ചെയ്യണം? നല്ല രീതിയിൽ നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ജൂൺ 2025 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നത്. അപ്പോൾ നമുക്കറിയാലോ പ്രോബ്ലം 1, 2, 3 ഉള്ളൂ. ബാക്കി തിയറിയാണ് ഒരുപാട് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുക തിയറിയിൽ. നമുക്ക് നല്ലവണ്ണം എന്തുണ്ട്? ചോയ്സ് ഉണ്ട്. സെക്ഷൻ എയിൽ 4 ക്വസ്റ്റ്യൻ തന്നിട്ട് 2 എഴുതുന്നുണ്ടോ? അതുപോലെ 6 ക്വസ്റ്റ്യനൊക്കെ ചിലപ്പോൾ 4 എഴുതുന്നുണ്ട് സെക്ഷൻ ബിയിൽ. സി മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി? 2 അറ്റൻഡ് ചെയ്താലായിട്ട് മതി അല്ലേ? അപ്പോൾ നന്നായിട്ട് ഇതൊക്കെ ഒന്ന് വാച്ച് ചെയ്ത് റിപ്പീറ്റേറ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് നല്ല രീതിയിൽ എന്ത് ചെയ്യുക? സ്റ്റഡി നടത്തുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും എന്ത് ചെയ്യാൻ പറ്റും? വിജയം നിങ്ങളുടെ മുന്നിലെത്താനായിട്ട് സാധിക്കും. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? മാക്സിമം ട്രൈ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ എല്ലാ പരീക്ഷകൾക്കും all the best. Okay, thank you for watching.